ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. LBS MCA അഡ്മിഷൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടോക്കൺ ഫീസ് അടച്ചവർ ഇനി ഒന്നും ചെയ്യേണ്ട. അതിൽ ടോക്കൺ ഫീ അടയ്ക്കാത്തവർ, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പുതിയതായിട്ട് കോളേജ് കിട്ടിയവർ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് അലോട്ട് ആവാത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളവർ ആദ്യം ടോക്കൺ ഫീസ് പേ ചെയ്യുക. പിന്നെ ബാക്കി സ്റ്റുഡൻസ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടോക്കൺ ഫീ പേ ചെയ്ത സ്റ്റുഡൻസിനും ഇപ്പോൾ പേ ചെയ്യുന്ന സ്റ്റുഡൻസിനും അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തിട്ട് ജൂലൈ 21 to 23 വരെ അതിൽ അലോട്ടായിട്ടുള്ള കോളേജസിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ആൻഡ് അഡ്മിഷൻ എടുക്കുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊണ്ടുപോകണം. പ്ലസ് നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയിരിക്കുന്നത് ആ കോളേജ് റിപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ കോളേജിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അവിടുത്തെ ഫീസൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഫീസായിട്ട് കോളേജസിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങളിപ്പോൾ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. ടോക്കൺ ഫീ അടയ്ക്കാത്ത സ്റ്റുഡൻസിൻ്റെ അലോട്ട്മെൻറ്റ്സ് ഒക്കെ ക്യാൻസലായി പോകും. ഇനി അടുത്തുള്ളത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രോസ്പെക്റ്റിൽ കണ്ടക്റ്റഡ് ഇഫ് എനി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തതുപോലെ തന്നെ ഒരു പുതിയ വിൻഡോ ഓപ്പണായി വരും. ഓപ്ഷൻസൊക്കെ കൊടുത്ത് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ്, ടോക്കൺ ഫീ പേ ചെയ്യാത്ത സ്റ്റുഡൻസ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ്, ഇങ്ങനെ എല്ലാ സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. LBS റാങ്ക് ലിസ്റ്റുള്ള എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബട്ട് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് ആൻഡ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസിലൊക്കെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ കോളേജിൽ നിന്ന്, ഏത് കോളേജിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് അവിടെ നിന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം, NOC. അത് കിട്ടിയാലേ നിങ്ങൾക്ക് സ്പെഷ്യലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്പെഷ്യലിലും സ്പോട്ടിലും. സ്പെഷ്യൽ നടക്കുമെന്ന് ഷുവറല്ല. സപ്പോസ് നടക്കുവാണെങ്കിൽ നിങ്ങൾ NOC മേടിക്കേണ്ടി വരും. ഇനി അത് കഴിഞ്ഞിട്ടും വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ കോളേജ് ലെവലിൽ സ്പോട്ട് അഡ്മിഷൻസ് ഒക്കെ നടക്കും. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ സ്പോട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത് ആ കോളേജിൻ്റെ സൈറ്റിൽ കോളേജിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾ അഡ്മിഷൻ ടൈം പോകുമ്പോൾ എടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, എൻട്രൻസ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ്. സൈറ്റിലിപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടി കാണും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പിയും പിന്നെ നമ്മൾ അടച്ച ടോക്കൺ ഫീൻ്റെ ആ ഒരു ഫീസിൻ്റെ റെസിപ്റ്റ് വേണം. പിന്നെ SSLC അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും പിന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാം, അല്ലാത്തവർക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും പിന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് വേണം. നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, പിന്നെ ലാസ്റ്റ് പഠിച്ച കോളേജിൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം. കണ്ടക്ട് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 6 months ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ബട്ട് ചില കോളേജിൽ 2 കൂടുതൽ ആവശ്യം വരും. നിങ്ങൾക്ക് ചിലപ്പോൾ സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോഴും അവർ ചിലപ്പോൾ ഫോട്ടോസൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു 4 to 5 ഫോട്ടോസ് എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് UGC റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സ്റ്റുഡൻസിന് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട. അല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സ്റ്റുഡൻസിനാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൻ്റെ ഓഫീസോ റെപ്രസെൻറ്റേറ്റീവ്സിനെയോ കോൺടാക്ട് ചെയ്താൽ മതി. ആ ഒരു ഇത് ക്ലിയർ ആക്കി തരും. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാ കോളേജിലും ചോദിക്കത്തില്ല, ചില കോളേജസിലാണ് ചോദിക്കുന്നത്. അപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആക്ച്വലി ആവശ്യം വരുന്നത് ഔട്ട്സൈഡ് കേരള പഠിച്ച സ്റ്റുഡൻസിനാണ്. ബട്ട് മേ ബി നമ്മൾ യൂണിവേഴ്സിറ്റി മാറുമ്പോൾ കോളേജിൽ ചോദിക്കും. അപ്പോൾ അതും കൂടി കോളേജിൽ തന്നെ കൺഫേം ചെയ്യേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ വർക്കേഴ്സൊക്കെ ആണെങ്കിൽ, ഗവൺമെൻറ് സർവീസ് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഒരു റിലീവിങ് ഓർഡറും അവിടെ നിന്ന് ഗുഡ് കണ്ടക്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടി മേടിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നിങ്ങൾ കോളേജിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ മേ ബി ചില കോളേജിൽ അവരുടേതായ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ പറയും. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. പിന്നെ ഫീസ് പേ ചെയ്യാനുണ്ട്. ഗവൺമെൻറ് കോളേജസൊക്കെ ആണെങ്കിൽ SC/ST സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു 2 to 5K ആ ഒരു റേഞ്ചിലേ വരത്തുള്ളൂ. ബാക്കി കാറ്റഗറീസിന് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കോളേജ്, PTA ഫണ്ട്, കോളേജ് ഫണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ കോളേജിനെ തന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ മാക്സിമം കോളേജസിൽ പറയുന്ന ടൈമിൽ തന്നെ പോയി അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ
LBS എന്ന് പറഞ്ഞിരിക്കുന്ന ടൈം 21 to 23 ആണ്. അപ്പോൾ എല്ലാ കോളേജസിലും ആ ഒരു റേഞ്ചിലായിരിക്കും. ബട്ട് ചില കോളേജസിൽ 23, ചില കോളേജിൽ 23, ചില കോളേജിൽ 2 ഡേയ്സിൽ നടക്കും, ചില കോളേജസിൽ 1 ഡേ തന്നെ തീരും. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഡേയിൽ പോയി അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ആ ഡേ ആണെങ്കിൽ അവർ എല്ലാം സെയിം പ്ലേസിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കാണും. ഇപ്പോൾ ഓഫീസിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ എല്ലാം തന്നെ ഒരേ പ്ലേസിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ച് കാണും. അപ്പോൾ നമുക്ക് കൂടുതൽ വർക്കൊന്നും വരത്തില്ല, ഒറ്റ പ്ലേസിൽ തന്നെ എല്ലാം തീരും. ബട്ട് വേറെ ഡേയ്സിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ പോയി നോക്കി എല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ പറയുന്ന ഡേറ്റിൽ പോയി അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് കോമൺലി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 21 to 23 ആണ്. അപ്പോൾ താങ്ക് യു.